ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് പറയാൻ പോകുന്നത് ജീൻ മ്യൂട്ടേഷൻസ് ആണ്. വാട്ട് ഇസ് മീൻ ബൈ മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ DNA സീക്വൻസിലുള്ള ചേഞ്ചിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്താണ്? DNA കോപ്പിംഗ് മിസ്റ്റേക്സ് ആണ്. അത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? സെൽ ഡിവിഷൻ സമയത്ത് DNA കോപ്പിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവാറുണ്ട്. അതിന് കാരണം എന്താണ്? എക്സ്പോഷർ ടു അയോണൈസിങ് റേഡിയേഷൻസ്. എന്തെങ്കിലും അയോണൈസിങ് റേഡിയേഷൻ ആവാം, കെമിക്കൽസ് ആവാം. ആ കെമിക്കൽസ്, അതായത് അങ്ങനെയുള്ള കെമിക്കൽസിന് അല്ലെങ്കിൽ ഏജൻറ്റിന് പറയുന്ന പേരാണ് മ്യൂട്ടാജൻസ്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷൻ ആവാം ഇതിന് കാരണം. ദെൻ ദർ ആർ വെറൈറ്റി ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻസ്. ഏതൊക്കെയാണ്? മെയിൻ കാറ്റഗറീസ് എന്ന് പറയുന്നത് ജേം ലൈൻ മ്യൂട്ടേഷൻസും സൊമാറ്റിക് മ്യൂട്ടേഷൻസും ആണ്. ജേം ലൈൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാമീറ്റ്സിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസിനെയാണ് ജേം ലൈൻ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ദേ ക്യാൻ ബി സ്ട്രാൻഡ്. അതിൽ ഈ മ്യൂട്ടേഷൻസ് ഓസ്പ്രിങ്സിൽ അല്ലെങ്കിൽ യങ് വൺസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, അതിൻ്റെ എല്ലാ സെൽസിലേക്കും. ആൻഡ് ദ ഓസ്പ്രിങ്സ് വിൽ ഹാവ് മ്യൂട്ടേഷൻ. സൊമാറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജേംസ് സെൽസ് ഒഴികെ അല്ലെങ്കിൽ സെക്സ് സെൽസ് ഒഴികെയുള്ള ബാക്കി എല്ലാ സെൽസിലും ഉണ്ടാവുന്ന മ്യൂട്ടേഷൻസിനെയാണ് സൊമാറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ദീസ് മ്യൂട്ടേഷൻസ് മേ ഹാവ് ലിറ്റിൽ ഇഫക്റ്റ് ഓൺ ഓർഗാനിസം ബിക്കോസ് ദേ ആർ കൺഫൈൻഡ് ടു ജസ്റ്റ് വൺ സെൽ ആൻഡ് ഇറ്റ്സ് ഡോട്ടർ സെൽ. ഒരിക്കലും ഈ മ്യൂട്ടേഷൻസ് ഓസ്പ്രിങ്സിലേക്ക് എന്ത് ചെയ്യില്ല, പാസ് ചെയ്യുന്നില്ല. അടുത്തത് ഡിസീസ് കോസ്ഡ് ബൈ ക്രോമസോമൽ മ്യൂട്ടേഷൻസ്. ക്രോമസോമൽ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ചേഞ്ചസ് ഇൻ ദ നമ്പർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ക്രോമസോംസ്. ക്രോമസോമിൻ്റെ നമ്പറിലോ സ്ട്രക്ചറിലോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസിനെയാണ് ക്രോമസോമൽ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ദെൻ ന്യൂമറിക്കൽ ചേഞ്ചസ്, നമ്പറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്ലോയിഡി ചേഞ്ചസ് എന്നാണ് പറയുന്നത്. ദിസ് പ്ലോയിഡി ചേഞ്ചസ് ബ്രിങ്സ് അബൌട്ട് അബ്നോർമൽ അൾട്രേഷൻസ് ഇൻ ദ കാരിയോടൈപ്പ്. കാരിയോടൈപ്പിൽ എന്തെങ്കിലും അൾട്രേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, അത് സീരിയസ് ആയിട്ടുള്ള ഡിസോർഡറിന് കാരണമാകുന്നുണ്ട്. ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്ലോയിഡി ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അന്യൂപ്ലോയിഡ് ആണ്. ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഹ്യൂമൻ ജനറ്റിക് ഡിസോർഡർ ഈസ് അന്യൂപ്ലോയിഡി. ഇറ്റ് ഇൻവോൾവ്സ് ദ അഡീഷനോ ഡെലീഷനോ. അത് ഒന്നുകിൽ അത് ആഡ് ചെയ്ത് വരാം ക്രോമോസോം, അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോവുക ഓരോ ഇൻഡിവിജ്വൽ ക്രോമോസോംസ്, അല്ലെങ്കിൽ ക്രോമോസോമൽ പെയേഴ്സ്. ദെൻ അടുത്തത് മോണോസോമി അല്ലെങ്കിൽ ട്രൈസോമി. മോണോസോമി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ടൈപ്പ്, ഏറ്റവും കോമണസ്റ്റ് ടൈപ്പ് ഓഫ് ഡിസീസ് കോസിങ് ന്യൂപ്ലോയിഡിയാണ് മോണോസോമി. മോണോസോമി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ക്രോമോസോം ലോസ് ചെയ്യുക 2n-1 ഒരു ഡിപ്ലോയിഡ് സെറ്റിൽ നിന്ന്. ട്രൈസോമി എന്ന് പറഞ്ഞാൽ an individual chromosome is added to a diploid set 2n+1. Then what is meant by single gene mutations? Single gene mutation എന്ന് പറഞ്ഞാൽ several human disease result when single gene mutations abnormally alter the functioning of certain enzymes. അതായത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ജീനിലുണ്ടാവുന്ന മ്യൂട്ടേഷൻസ് കൊണ്ട് ഒരു ജനറ്റിക് ഹ്യൂമൻ ഡിസീസ് ഉണ്ടാവും. അത് പക്ഷേ ആ എൻസൈംസിൻ്റെ ഫങ്ഷനെയാണ് എഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഓൾ മെറ്റബോളിക് പാത്വേനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്. ദ ഡെഫിഷ്യൻസി, ആബ്സെൻസ് ഓർ ഡിഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് എൻ എൻസൈം. അതായത് ഡെഫിഷ്യൻ്റ് ആവുക, അല്ലെങ്കിൽ ആബ്സെൻ്റ് ആവുക, അല്ലെങ്കിൽ ഡിഫക്റ്റ് സംഭവിക്കുക ആ എൻസൈംസിൽ. ദിസ് മേ ഹാവ് സിമ്പിൾ ഡിഫക്റ്റ്, എന്തെങ്കിലും സിമ്പിൾ ഇഫക്റ്റോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇഫക്റ്റോ ഉണ്ടാക്കും. ജീൻ മ്യൂട്ടേഷൻസ് കൊണ്ട് ഡെവലപ്മെൻറ്റൽ ഡിഫക്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ടെറാട്ടോജനിക് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് കോസ് കൺജനൈറ്റൽ ഡിസോർഡേഴ്സ്. സം ഓഫ് ദം ലീത്തലായിരിക്കും, ഡെത്ത് സംഭവിക്കാം. ആൻഡ് കോസ് ദ ഏർലി ഡെത്ത് ഓഫ് ദി വിക്ടിം. ജീൻ മ്യൂട്ടേഷൻസ് മേ ബി ഓട്ടോസോമൽ ആവാം, സെക്സ് ലിങ്ക്ഡ് ആവാം, ഡോമിനൻ്റ് ആവാം, റിസസീവ് ആവാം. സിംഗിൾ ജീൻ മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ അലീലിക് മ്യൂട്ടേഷൻസ് ആണ്. എഫക്റ്റ് ചെയ്യുന്നത് ഒന്നോ അല്ലെങ്കിൽ രണ്ട് അലീലിനെയോ എഫക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെയിം ജീനിൽ ഒരു ലോക്കസിൽ തന്നെയുള്ള സിംഗിൾ ലോക്കസിലുള്ള സെയിം ജീനിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കാം. ചില ഓട്ടോസോമൽ റിസീവ് ജീൻ മ്യൂട്ടേഷൻസ് ഈ എൻസൈമിൻ്റെ പ്രൊഡക്ഷനെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട് ആൻഡ് ദെർബൈ ഡിസ്ട്രപ്റ്റ് ദ നോർമൽ മെറ്റബോളിസത്തിന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ബയോകെമിക്കൽ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ചിലത് റിസൾട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അബ്നോർമൽ പ്രോട്ടീൻസ്. ഈ രണ്ട് ടൈപ്പും സിംഗിൾ ജീൻ മ്യൂട്ടേഷൻസും എന്തുണ്ടാക്കുന്നുണ്ട്, മെറ്റബോളിക് ബ്ലോക്സ് ഉണ്ടാക്കുന്നുണ്ട്. അക്യുമുലേഷൻ ഓഫ് സം ഇൻ്റർമീഡിയറ്റ് സബ്സ്ട്രേറ്റ് ആൻഡ് ഡെഫിഷ്യൻസി ഓർ ആബ്സെൻസ് ഓഫ് സം മെറ്റബോളിക് എൻഡ് പ്രോഡക്ട്സ്. This in turn result in teratogenic development, abnormal or defective development,
congenital malformations and disorders, inborn metabolic errors and hereditary indispositions. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു 9 ടൈപ്പ് ഓഫ് ഡിസീസസ് ആണ്. ഓട്ടോസോമൽ മ്യൂട്ടേഷൻസ് കാരണം ഉണ്ടാവുന്ന ഒരു 9 തരം ഡിസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൽബിനിസം, ഫീനൈൽകീറ്റോണ്യൂറിയ, ആൽക്കപ്റ്റനൂറിയ, ഗാലക്ടോസീമിയ, Tay-Sach syndrome, Gaucher syndrome, Sickle cell anemia, Thalassemia, brachydactyly. അതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ആൽബിനിസത്തെ കുറിച്ചാണ്. ആൽബിനിസം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ഡീപിഗ്മെൻറ്റേഷൻ ഓഫ് ഐ. ഡീപിഗ്മെൻറ്റഡ് ആവും ഐസ്, സ്കിൻ അല്ലെങ്കിൽ ഹെയർസ്. നോർമൽ ഒരു ബ്ലാക്ക് ഹെയർ ഉണ്ടാവില്ല അവർക്ക്. അതിന് കാരണം എന്താണ്? ദിസ് ഇസ് ഡ്യൂ ടു ദ നോൺ പ്രൊഡക്ഷൻ ഓഫ് ദ പിഗ്മെൻറ്റ് മെലാനിൻ. മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല അവരുടെ ബോഡിയിൽ. ഡീപിഗ്മെൻറ്റഡ് ഇൻഡിവിജ്വൽസിനെ നമ്മൾ ആൽബിനോസ് എന്നാണ് പറയുന്നത്. ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ വൈറ്റ് സ്കിൻ ആയിരിക്കാം, വൈറ്റ് ആൻഡ് സിൽക്കി ഹെയർസ് ഉണ്ടാവും, ബ്ലൂ അല്ലെങ്കിൽ പിങ്ക് ഐസ് ആയിരിക്കും. ആൽബിനോസ് ആർ ഹൈലി സെൻസിറ്റീവ് ടു ബ്രൈറ്റ് ലൈറ്റ്. ബ്രൈറ്റ് ലൈറ്റിനോട് അവർക്ക് സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും, അതായത് ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും. അവർക്ക് ബ്രൈറ്റ് ലൈറ്റിൽ കണ്ണുകൾ തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദം ടു ഓപ്പൺ ദർ ഐസ് ടു ബ്രൈറ്റ് ലൈറ്റ്. ബ്രൈറ്റ് സൺലൈറ്റ് ഈവൻ അവരുടെ സ്കിന്നിനെ തന്നെ ബേൺ ചെയ്യിപ്പിക്കും എന്നാണ് പറയുന്നത്. മെലാനിൻ സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി ഫ്രം ഡൈഹൈഡ്രോക്സി ഫിനൈലൈനിൻ. ഡോപ്പയിൽ നിന്നാണ് മെലാനിൻ സിന്തസൈസ് ചെയ്യുന്നത്. ആ ഡോപ്പ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? തൈറോസിൽ നിന്നാണ്. തൈറോസിൻ ആൻഡ് ഡോപ്പ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് പ്രോഡക്ട്സ് ആണ് മെറ്റബോളിക് പാത്വേയിൽ. ഈ ഫിനൈലൈനിൻ മെറ്റബോളിക് പാത്വേയിൽ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്ട്സ് ആണ്. കൺവേർഷൻ ഓഫ് തൈറോസിൻ ടു ഡോപ്പ അതിന് സഹായിക്കുന്ന എൻസൈമാണ് ടൈറോസിനേസ്. Then synthesis of melanin to DOPA is mediated by DOPA oxidase. ഇതിൻ്റെ പ്രൊഡക്ഷൻ, ഈച്ച് ഓഫ് ദിസ് എൻസൈം, അതായത് പ്രൊഡക്ഷൻ ഓഫ് ദിസ് എൻസൈം ഈസ് ഗവേൺഡ് ബൈ ഡോമിനൻറ്റ് ഓട്ടോസോമൽ ജീൻസ്. ഈ ഓട്ടോസോമൽ ജീൻസിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ അതെന്താവുന്നുണ്ട്? സംടൈം വൺ ഓഫ് ദം അണ്ടർഗോ റിസസീവ് ബയോകെമിക്കൽ മ്യൂട്ടേഷൻസ്. ഹോമോസൈഗസ് കണ്ടീഷൻ ഓഫ് ദ റിസസീവ് മ്യൂട്ടൻ അലീൽ റിസൾട്ട് ഇൻ ദ നോൺ പ്രൊഡക്ഷൻ ഓഫ് ദിസ് എൻസൈം. അതെന്താവുന്നുണ്ട്? മെറ്റബോളിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആ മെലാനിന് കാരണമാവുന്ന സഹായിക്കുന്ന എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അത് ആൽബിനിസത്തിന് കാരണമാവുന്നുണ്ട്. ഇനി അടുത്തതാണ് ഫീനൈൽകീറ്റോണ്യൂറിയ. ഫീനൈൽകീറ്റോണ്യൂറിയ അല്ലെങ്കിൽ ആൽക്കപ്റ്റനൂറിയ അല്ലെങ്കിൽ ഗാലക്ടോസീമിയ എന്ന് പറഞ്ഞാൽ ഇൻബോൺ മെറ്റബോളിക് എറേഴ്സ് ആണ്. ബയോകെമിക്കൽ മ്യൂട്ടേഷൻസ് ആണ് ഇതിന് കാരണം. ദ ഫസ്റ്റ് 3 ആർ അസോസിയേറ്റഡ് വിത്ത് ഇൻഹറൻറ്റ് ഡിസോർഡേഴ്സ് ഇൻ ദ മെറ്റബോളിസം ഓഫ് ഫിനൈലാനിൻ. അതിൽ ഒരു അമിനോ ആസിഡാണ് ഫിനൈലാനിൻ. ആൻഡ് ഗാലക്ടോസെമിയ എന്ന് പറയുന്നത് അസോസിയേറ്റഡ് വിത്ത് ഇൻഹറൻറ്റ് ഡിസോർഡറാണ്. ഗാലക്ടോസ് മെറ്റബോളിസത്തിലുണ്ടാവുന്ന എന്തെങ്കിലും ബ്ലോക്ക്. ഈ ഡിസോർഡേഴ്സിനൊക്കെ കാരണം മെറ്റബോളിക് ബ്ലോക്കാണ്. അതിന് എന്താണ്? സച്ച് എൻസൈംസ് എൻ്റെ ആബ്സെൻസ് ആയിരിക്കാം. സച്ച് മെറ്റബോളിക് ബ്ലോക്സ് റിസൾട്ട് ഇൻ ദ അക്യുമുലേഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് സബ്സ്ട്രേറ്റ്. അങ്ങനെയുള്ള എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ ആ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് എന്ത് ചെയ്യും? ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. സബ്സ്ട്രേറ്റ് ബിഫോർ ബ്ലോക്ക് ആൻഡ് ഓൾസോ ഇൻ ദ ഡെഫിഷ്യൻസി ഓർ ആബ്സെൻസ് ഓഫ് ദി എൻഡ് പ്രോഡക്റ്റ് ഓഫ് മെറ്റബോളിക് ചെയിൻ. ദിസ് ലീഡ്സ് ടു ഇൻബോൺ ഡിസോർഡർ. അക്യുമുലേഷൻ ഓഫ് എക്സസീവ് എമൗണ്ട് ഓഫ് ഫിനൈൽ അലനിൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്, അതായത് ഫിനൈൽ പൈറുവിക് ആസിഡും ഫിനൈൽ ലാക്റ്റിക് ആസിഡിൻ്റെയും അക്യുമുലേഷൻ ബ്ലഡിലുണ്ടാവും, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലുണ്ടാവും, ഏതെങ്കിലും ടിഷ്യൂസിലുണ്ടാവും. അവരുടെ സബ്സീക്വൻറ്റ് അത് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂറിനിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇത്തരത്തിൽ ഫിനൈൽ പൈറുവിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ബ്രെയിൻ സെൽസിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. സോ ഫീനൈൽകീറ്റോണ്യൂറിയ എന്തിന് കാരണമാവുന്നുണ്ട്? ഇഡിയോസി അല്ലെങ്കിൽ ഇംബെലിസിറ്റി, അതായത് IQ ലെവൽ ബിലോ 25 ആയിരിക്കും. സം ഓഫ് സച്ച് അൺഫോർച്ചുനേറ്റ് ചിൽഡ്രൻ വിൽ നെവർ ബി ഏബിൾ ടു ടോക്ക് ഓർ വാക്ക്. അവർക്ക് സംസാരിക്കാനോ നടക്കാനോ പറ്റില്ല. അവരുടെ ഹെയർ റെഡ്യൂസ്ഡ് ആയിരിക്കും, പുവർ സ്കിൻ പിഗ്മെൻറ്റേഷൻ ആയിരിക്കും, ഇറിറ്റബിലിറ്റി ഉണ്ടാവും, ട്രിമേഴ്സ് ഉണ്ടാവും, കൺവൽഷൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് അവരുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. ദെൻ നോർമൽ പേഴ്സൺസ് നോക്കുകയാണെങ്കിൽ ഈ ഫിനൈൽ അലനിൻ ടൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിന് സഹായിക്കുന്ന ലിവർ എൻസൈമാണ് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്. ഈ എൻസൈമിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ജീനാണ്. ഈ ജീനിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിക്കുകയാണെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഫിനൈൽകീറ്റോണ്യൂറിയ ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ള പേഷ്യൻസിൽ ജീൻസ് അണ്ടർഗോ റിസസീവ് ബയോകെമിക്കൽ മ്യൂട്ടേഷൻ, ഹോമോസൈഗസ് കണ്ടീഷൻ ഓഫ് ദ മ്യൂട്ടൻ
recessive allele causes the non-production of the enzyme. As a result, the conversion of phenylalanine to tyrosine becomes impossible. This blocks the metabolic pathway and causes the excessive accumulation of phenylalanine and resulting in phenylketonuria. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫിനൈലാലനിൻ തൈറോസിനായിട്ട് മാറുന്നില്ല, കാരണം അവിടെയുള്ള എൻസൈംസ് ഡെഫിഷ്യൻ്റ് ആവാം. അവിടെ മെറ്റബോളിക് ബ്ലോക്ക് സംഭവിക്കുന്നുണ്ട്. അതെന്തിനാ കാരണമാവുന്നുണ്ട്? ഫിനൈൽകീറ്റോൺയൂറിയയ്ക്ക് കാരണമാവുന്നുണ്ട്. ദെൻ തൈറോസിൽ നിന്ന് ഡോപ്പ ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് തന്നെ ആൽബിനിസം ഉണ്ടാവുന്നുണ്ട്. ഡോപ്പ ടു മെലാനിൻ ഫോം ചെയ്യാത്തത് കൊണ്ട് ആൽബിനിസം ഉണ്ടാവുന്നു. ഓക്കെ, അടുത്ത ഡിസീസാണ് ആൽകെപ്റ്റോനൂറിയ. ആൽകെപ്റ്റോനൂറിയ എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്, ഒരു കൺജനറ്റൽ യൂറിനറി ഡിസോർഡർ ആണ്. ഇവിടെ ഹോമോജെൻറ്റിസ്റ്റിക് ആസിഡ് അല്ലെങ്കിൽ ആൽകെപ്റ്റോൺ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യുകയും യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ആസിഡ് എയറിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറാവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പേഷ്യൻസ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന യൂറിന് ബ്ലാക്ക് കളറായിരിക്കും. So the disease is commonly known as black urine disease. Therefore the disease is commonly called ആ യൂറിന് ബ്ലാക്ക് യൂറിൻ എന്നും ആ ഡിസീസിനെ ബ്ലാക്ക് യൂറിൻ ഡിസീസ് എന്നും പറയുന്നുണ്ട്. ആൽകെപ്റ്റനൂറിയ എന്ന് പറഞ്ഞാൽ ഒരു റയർ ഡിസീസാണ്. ഇറ്റ്സ് ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി 1 in 1 million പീപ്പിൾ. ആൽകെപ്റ്റനൂറിയ ഓൾസോ ഇൻ എൻ ഇൻബോൺ മെറ്റബോളിക് എറർ ഡ്യൂ ടു കൺജനൈറ്റൽ ബ്ലോക്ക് ഇൻ ദ മെറ്റബോളിക് പാത്വേ ഓഫ് ഫിനൈലാലനിൻ ഓർ ടൈറോസിൻ. ഈ മെറ്റബോളിക് പാത്വേയിൽ ഹോമോജെൻറ്റിസ്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആണ്. നോർമൽ പേഴ്സൺസിൽ ഇത് മാലൈൽ അസറ്റോ അസറ്റിക് ആസിഡായിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അതിന് സഹായിക്കുന്ന എൻസൈം ഹോമോജെൻറ്റിസിക് ആസിഡ് ഓക്സിഡേസ് ആണ്. ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് എൻസൈം ഈസ് ഗവേൺഡ് ബൈ ഡോമിനൻറ്റ് ഓട്ടോസോമൽ ജീൻ. ആൽകെപ്റ്റനൂറിക് പേഷ്യൻറ്റിൽ ഈ ജീൻസിന് റിസീവ് ബയോകെമിക്കൽ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ മ്യൂട്ടൻ റിസീവ് അലീലിന് എന്താവുന്നുണ്ട്, അലീൽ നോൺ പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസിന് കാരണമാവുന്നുണ്ട്. This result in metabolic block or biochemical disorder and homogentisic acid accumulate in blood and urine. അങ്ങനെ ലാർജ് എമൗണ്ട് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് എന്താവും, ഐയിലോ ഇയറിലോ കാർട്ടിലേജിലോ കണക്റ്റീവ് ടിഷ്യൂസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഓഫൺ കോസ് ദ പ്ലാക്കനിങ് ഓഫ് സച്ച് ടിഷ്യൂസ് ആൻഡ് ഓഫൺ റിസൾട്ട് ഇൻ ആർത്രൈറ്റിസ്. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുന്ന റിസസീവ് മ്യൂട്ടേഷൻ എന്താണെന്നാണ്. ഇസ് വൺ വിച്ച് ബോത്ത് അലീൽ മസ്റ്റ് ബി മ്യൂട്ടൻ ഇൻ ഓർഡർ ഫോർ ദി mutant phenotype to be observed. The individual must be homozygous for the mutant allele to show the mutant phenotype. Biochemical mutation അറിയാം, have a lesion on the specific step of an enzymatic pathway. For example, for bacteria, biochemical mutant need to be grown on a media supplemented with a specific nutrient. Such mutant are called auxotrophs. Morphological mutant are the direct result of mutation in a biochemical pathway. It is not usually a dangerous disease, but sometimes it may be lead to crystallization of homogenistic acid in cartilages. ഇത് ലേറ്റർ ലൈഫിൽ ആർത്രൈറ്റീസ്, ഡീജനറേറ്റീവ് ആർത്രൈറ്റീസിന് കാരണമാകാം. അടുത്ത ഡിസീസാണ് ഗാലക്ടോസീമിയ. ഒരു ഹെറിഡിറ്ററി ഡിസീസാണ് അസോസിയേറ്റഡ് വിത്ത് ഇൻബോൺ ഡിസോർഡർ ഇൻ മെറ്റബോളിക് യൂട്ടിലൈസേഷൻ ഓഫ് ഗാലക്ടോസ്. ഓട്ടോസോമൽ റിസീവ് ഡിസോർഡർ ആണ്, ചിൽഡ്രനിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചിൽഡ്രൻ ദേ ആർ നോട്ട് ഏബിൾ ടു കൺവേർട്ട് ഗാലക്ടോസ് ടു ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നില്ല. ആ ഗാലക്ടോസ് കോമ്പൗണ്ട് ബ്ലഡിൽ സെല്ലുലാർ ടോക്സിനായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് ദ എൻസൈം ഫോസ്ഫോഗാലക്ടോസ് യൂറിഡൈൽ ട്രാൻസ്ഫറേസ്. അതായത് ഗാലക്ടോസ് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം അവിടെ ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ ആ എൻസൈമാണ് ഇതിനെ മീഡിയേറ്റ് ചെയ്യുന്നത്, കൺവേർഷനെ. It is due to the mutation of the gene which govern the production of that enzyme. Incident rate എന്ന് പറയുന്നത് 1 in 75,000 birth. An infant with galactosemia would be normal at birth. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് ഗാലക്ടോസ് അബ്നോർമലി ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വോമിറ്റിംഗ് ടെൻഡൻസിയും ഡയറിയ ഉണ്ടാവുന്നുണ്ട്. ജോണ്ടിസൈഡ് ആയിരിക്കും ബേബി, ലെതർജിക് ആയിരിക്കും. ഒരിക്കലും നമുക്ക് ഡിസീസ് അൺട്രീറ്റ് ചെയ്യാം, ഗോസ് അൺട്രീറ്റഡ്. ഇറ്റ് മേ കോസ് എക്സ്ട്രീം മാൽന്യൂട്രീഷൻ ഉണ്ടാക്കുന്നുണ്ട്, അറസ്റ്റഡ് കാറ്ററാക്ട്, മെൻ്റൽ റിട്ടാർഡേഷൻ, ഡാമേജസ് ടു ലിവർ ആൻഡ് കിഡ്നി ആൻഡ് ഇവൻച്വൽ ഡെത്ത് സംഭവിക്കുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് വെരി സിമ്പിളാണ്. ലാക്ടോസ് അടങ്ങിയിട്ടിരിക്കുന്ന ഫുഡ് എന്ത് ചെയ്യുക, ഡയറ്റിൽ ഉൾപ്പെടുത്തരുത്. എസ്പെഷ്യലി മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. സ്പെഷ്യൽ ലാക്ടോസ് ഫ്രീ മിൽക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. Tay-Sach സിൻഡ്രോം എന്ന് പറഞ്ഞാൽ, TSD എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലീത്തൽ ഹെറിഡിറ്ററി ഡിസീസാണ്
അസോസിയേറ്റഡ് വിത്ത് ഡിഫക്റ്റീവ് ലിപ്പിഡ് മെറ്റബോളിസം. ലിപ്പിഡ് മെറ്റബോളിസം ആയിട്ടാണ് ഇത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓട്ടോസോമൽ ജീൻ റിസസീവ് ജീൻ മ്യൂട്ടേഷനാണ് ഇതിന് കാരണം. ഹോമോസൈഗസ് ഇൻഹെറിറ്റൻസ് ഓഫ് റിസസീവ് മ്യൂട്ടൻ അലൈൻ ഇൻഹിബിറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ദ എൻസൈം എക്സോസാമിനഡേസ് എ. ഇതാണ് ഈ ലിപ്പിഡ് കോമ്പൗണ്ട് ആയിട്ടുള്ള ഗാംഗ്ലിയോസൈറ്റ്സിൻ്റെ ബ്രേക്ക് ഡൗണിന് സഹായിക്കുന്നത്. നോർമൽ പേഴ്സണിൽ എക്സോസാമിനഡേസ് 2 ഫോമായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, എ ആൻഡ് ബി. ബട്ട് ഇൻ പേഴ്സൺ വിത്ത് TSD അല്ലെങ്കിൽ Tay-Sach സിൻഡ്രോം എക്സോസാമിനഡേസ് എ വുഡ് ബി ആബ്സെൻറ്റ് ഓർ ഡെഫിഷ്യൻറ്റ്. Its deficiency or absence cause the accumulation of gangliosides. ഒരു കോംപ്ലക്സ് ലിപ്പിഡാണ് gangliosides in the brain and central nervous system. അതിന് കാരണം എന്താണ്? സ്ലോ ഓർ അറസ്റ്റഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, എൻലാർജ്ഡ് ഹെഡ്, മെൻ്റൽ റിട്ടാർഡേഷൻ, കൺവൽഷൻ, പാരാലിസിസ്, ന്യൂറോമസ്കുലർ ഡിസോർഡർ, ബ്ലൈൻഡ്നെസ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ആൻഡ് ഏർലി ഡെത്ത്, മോസ്റ്റ്ലി ബിഫോർ ദ ഏജ് ഓഫ് 4 years. ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസിയിൽ കാണുന്നത് ആഷിക്കനാസി ജ്യൂസിലാണ്. ഒരു നോൺ ജൂയിഷ് ഫ്രഞ്ച് കനേഡിയൻ പോപ്പുലേഷൻ ഓഫ് ഈസ്റ്റേൺ ക്യൂബെക്കിലാണ് കൂടുതലായിട്ട് കാണുന്നത്. നിയർലി 2-4% ആഷിക്കനാസി ജ്യൂസ് ഹെട്രോസൈഗോട്സ് ആണ്. അറ്റ് പ്രസൻറ്റ് ദർ ഈസ് നോ ക്യൂർ ഫോർ ദി ഡിസീസ്. ഗൗച്ചേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു റെയർ ക്രോണിക് കൺജനൈറ്റൽ ഡിസീസാണ് റിലേറ്റഡ് ടു ഡിഫക്റ്റീവ് ഗ്ലൈക്കോലിപ്പിഡ്സ് metabolism and excessive storage of lipid substance in spleen, liver, bone marrow. It results from an autosomal recessive mutation. The homozygous inheritance of recessive mutant allele cause deficiency or absence of lysosomal enzyme glucocerebrosidase. ഈ എൻസൈമാണ് ഈ ലിപ്പോഡ് സബ്സ്റ്റൻസിൻ്റെ ബ്രേക്ക് ഡൗണിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഇതിന് കാരണം. Its deficiency or absence, cerebrosidase and other lipid accumulate in blood and the cells of reticuloendothelial system, especially spleen, liver and bone marrow. അത് സ്പ്ലീനോമെഗലിക്ക് കാരണമാവുന്നുണ്ട്. അതായത് സ്പ്ലീൻ എൻലാർജ്മെൻറ്റ്, ലിവർ എൻലാർജ്മെൻറ്റ്, ബോൺ ലേഷൻസ്, അബ്നോർമൽ എൻലാർജ്മെൻറ്റ് ഓഫ് സം ലിംബ് ബോൺ, സിവിയർ അനീമിയ ആൻഡ് സിവിയർ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്. ഈ ഡിസീസ് ഏറ്റവും ഹൈ ഫ്രീക്വൻസിയിൽ കാണുന്നത് ആഷിക്കനാസി ജ്യൂസിലാണ്. ദർ ഈസ് നോ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. സ്പ്ലീനെക്ടമി ആണ് സജസ്റ്റ് ചെയ്യുന്നത്, അതായത് സ്പ്ലീൻ റിമൂവ് ചെയ്യാം റിലീഫിന് വേണ്ടിയിട്ട്. സിക്കിൾ സെൽ അനീമിയ നമുക്ക് അറിയുന്നതാണ്, ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ സിക്ലേമിയ ആണ്. ഇറ്റ്സ് എ ഹെറിഡിറ്ററി ഡിസീസ് വിത്ത് സിവിയർ ഫോം ഓഫ് ഹീമോലൈറ്റിക് അനീമിയ. ഇറ്റ് ഇസ് ഫേറ്റൽ ബിഫോർ പ്യൂബർട്ടി. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നീഗ്രോ പോപ്പുലേഷൻസ് ഓഫ് ആഫ്രിക്ക ആൻഡ് അമേരിക്ക ആൻഡ് ഓൾസോ എമംഗ് ദ പീപ്പിൾ ഓഫ് മെഡിറ്ററേനിയൻ കൺട്രീസ്. കേരളത്തിൽ കാണുന്നത് ട്രൈബൽസ് ഓഫ് വയനാട് ഡിസ്ട്രിക്ട്സ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. അബ്നോർമൽ ഹീമോഗ്ലോബിൻ ആയിരിക്കും സിക്കിൾ ഷേപ്ഡ് RBC. അബ്നോർമൽ ഹീമോഗ്ലോബിൻ സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ S എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് പാർഷ്യലി ഓർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി റീപ്ലേസസ് എ നോർമൽ ഹീമോഗ്ലോബിൻ. HbA തമ്മിൽ ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്തിൻ്റെ കാര്യത്തിലാണ്? ഇൻ ഹാവിങ് ദ അമിനോ ആസിഡ് വാലിൻ ഇൻസ്റ്റെഡ് ഓഫ് ദ ഗ്ലൂട്ടാമിക് ആസിഡ് ഇൻ ദ 6th പൊസിഷൻ ഓഫ് ഇറ്റ്സ് ബീറ്റ ചെയിൻ. ദർ ഈസ് അനദർ ഫോം ഓഫ് അബ്നോർമൽ ഹീമോഗ്ലോബിൻ ഈസ് കോൾഡ് ഹീമോഗ്ലോബിൻ C. ഇവിടെ 6th പൊസിഷൻ ഓഫ് ബീറ്റ ചെയിനിൽ ലൈസിൻ ആയിരിക്കും പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ സിക്കിൾ സെൽ അനീമിയ പേഷ്യൻ്റ് അല്ലെങ്കിൽ സിക്കിളേഴ്സിൽ റെഡ് ബ്ലഡ് സെൽസ് ബിക്കം ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും, വളഞ്ഞിട്ട് ക്രസൻറ്റിങ് അരിവാള് പോലെ സിക്കിൾ ഷേപ്ഡ് ആയിരിക്കും. അതിനെയാണ് സിക്ലിംഗ് ഓഫ് RBC എന്ന് പറയുന്നത്. സിക്ലിംഗ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ പൊളിമറൈസേഷൻ ഓഫ് HbS മോളിക്യൂൾസ് ആണ് ഇതിന് കാരണം. അണ്ടർ കണ്ടീഷൻസ് ഓഫ് എക്സ്ട്രീം ഓക്സിജൻ ഇൻസഫിഷ്യൻസി ആണ്. This polymerization of sickle-shaped hemoglobin molecule produces pseudo-crystalline structures called tactoids, which distort the RBC. Often, the tips of the sickled red cell block together large number and obstruct the flow of blood through capillaries. HbS അല്ലെങ്കിൽ abnormal shaped hemoglobin low oxygen binding powers ആയിരിക്കും. So, sickle cell have very low short lifespan and they undergo heavy destruction in spleen. സ്പ്ലെയിനിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഹെവി ഡിസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട് RBCs. ദെൻ അത് ഹിമോലൈറ്റിക് അനീമിയ അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാവുന്നുണ്ട്. ക്ലിനിക്കൽ സിംറ്റംസ് ഓഫ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ എൻലാർജ്ഡ് സ്പ്ലീൻ, റിമാറ്റിക് കംപ്ലയിൻറ്റ്സ്, മെൻ്റൽ ഡിസോർഡർ, ഓൾ പ്രോബ്ലംസ് ഓഫ് ഓക്സിജൻ ഷോർട്ടേജ്, അതായത് ഹൈപ്പോക്സിയ, ഹാർട്ട് ഫെയിലർ, റീനൽ ഫെയിലർ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിന് കാരണം റിസസീവ് ലീത്തൽ മ്യൂട്ടേഷൻ ഓഫ് എൻ ഓട്ടോസോമൽ സ്ട്രക്ചറൽ ജീനാണ്, അതാണ് ഈ ഹീമോഗ്ലോബിൻ സിന്തസിസിന് വേണ്ടി സഹായിക്കുന്നത്.
The heterozygous condition of this mutant allele, HBS and HBA, ആണ് heterozygous condition cause sickling of RBCs and its homozygous conditions causes sickle cell anemia, അതായത് HBS, HBS. തലാസീമിയ അല്ലെങ്കിൽ കൂളീസ് അനീമിയ അല്ലെങ്കിൽ മൈക്രോസൈറ്റീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് കോമൺലി നമ്മൾ മെഡിറ്ററേനിയൻ അനീമിയ അല്ലെങ്കിൽ കൂലീസ് അനീമിയ എന്നാണ് പറയുന്നത്. ഒരു സിവിയർ ഫോം ഓഫ് ഡിസീസാണ് ഇത്. ഫേറ്റൽ ബിഫോർ പ്യൂബർട്ടി. ഇറ്റ്സ് എൻ അബ്നോർമാലിറ്റി നോട്ട് ഇൻ ദ കെമിക്കൽ നാച്ചർ ഓഫ് ഹിമോഗ്ലോബിൻ ബട്ട് ഇൻ ദ സിന്തസിസ് ഓഫ് ഗ്ലോബിൻ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദി ഹിമോഗ്ലോബിൻ. Affected individualന് fetal carry a high amount of fetal hemoglobin but do not produce required amount of adult hemoglobin. ഈ ഡിസീസിന് കാരണം റെസസീവ് ഓട്ടോസോമൽ ജീൻ മ്യൂട്ടേഷൻ ആണ്. അത് inability to synthesize beta globin chains. This heritable disease has a high frequency among people who have originated from region around the Mediterranean country. Then symptoms: severe anemia, permanent jaundice, enlarged liver, spleen, retarded growth, swollen belly, dark colored skin. The disease is severely affected. Individual die before the age of 10 years. Characteristics എന്ന് പറയുന്നത് continued production of fetal hemoglobin even after birth, much reduced production of adult hemoglobin. The RBC which contain HbF are very minute and abnormal with reduced hemoglobin content and low oxygen carrying capacity. Types of thalassemia എന്ന് പറഞ്ഞാൽ based on the severity, two forms of thalassemia can be recognized, namely thalassemia major, ഏറ്റവും സിവിയർ ഫോമാണ്, homozygous for the mutant gene. Then thalassemia minor, mild form, heterozygous for the mutant gene. തലാസീമിയ പേഷ്യൻറ്റിൽ രണ്ട് HbFും HbAയും, അതായത് ഹീമോഗ്ലോബിൻ, ഫീറ്റൽ ഹീമോഗ്ലോബിനും അഡൾട്ട് ഹീമോഗ്ലോബിനും ഉണ്ട്. This is because of the failure of switching off the gene which govern the production of HbF. Normal personil production of HbF stop ചെയ്യും and production of HbA starts soon after the birth due to the gene modulation. The gene which govern the production of HbF switched off and the gene which govern the production of HbA is switched on. HbFും HbAയും ഡിഫറെൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ in that its globin part is formed of 4 polypeptide chain, 2 alpha chains and 2 gamma chains instead of 2 alpha chains and 2 beta chains of HbA ആണ് HbFൻ്റെ സ്ട്രക്ചറിൽ പറയുന്നത്. Then after the birth, fetal hemoglobin എന്ത് ചെയ്യുന്നുണ്ട്, carrying oxygen less efficiently than HbA. HbFിൽ red cells of thalassemia patient die faster than HbA containing RBC. This result in very serious form of anemia ക്ക് കാരണമാകുന്നുണ്ട്. ഈ കേസസിൽ പീരിയോഡിക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഓർ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വരും. is essential to offset the anemia. The insufficient production of HbA in thalassemia is due to the much reduced synthesis of alpha or beta chains. രണ്ട് ടൈപ്പ് തലാസീമിയ, ആൽഫ തലാസീമിയ ആൻഡ് ബീറ്റ തലാസീമിയ. ആൽഫ തലാസീമിയ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വെരി ലോ റേറ്റ് ഓഫ് ആൽഫ ചെയിൻ സിന്തസിസ് ആണ് ബോത്ത് ഇൻ ഫീറ്റസ് ആൻഡ് ഇൻ ദ അഡൽട്ട്. സോ ദർ വിൽ ബി ആൻ എക്സസ് ഓഫ് ബീറ്റ ചെയിൻ ഇൻ ദ പോസ്റ്റ്നേറ്റൽ ലൈഫ്. ഏറ്റവും സിവിയർ ഫോം ഓഫ് ആൽഫ തലാസീമിയ എന്ന് പറഞ്ഞാൽ തലാസീമിയ മേജർ ആണ്. ദ ഡിഫക്റ്റീവ് ജീൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഹോമോസൈഗസ് കണ്ടീഷനിലാണ്. സോ ദാറ്റ് ആൽഫ ചെയിൻ സിന്തസിസ് ബെ നോട്ട് ഒക്കർ അറ്റ് ഓൾ. ബീറ്റ തലാസീമിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ദർ ഈസ് എക്സ്ട്രീംലി ലോ പ്രൊഡക്ഷൻ ഓഫ് ബീറ്റ ചെയിൻസ് and HbA in the postnatal life. At the same time alpha chains synthesize ചെയ്യുന്നുണ്ട് എക്സസ് നമ്പർ ആയിട്ട്. ആൽഫ ചെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. മാർക്ക്ഡ് അബ്നോർമാലിറ്റീസ് ഉണ്ട്. ദെൻ മാസീവ് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. മെച്ചർ എത്രോസൈറ്റ്സിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ പാരന്റ് സെൽ ഇൻ ദ ബോൺ മാരോ. ദിസ് റിസൾട്ട് ഇൻ ദ സിവിയർ അനീമിയ. ഇഫ് ബീറ്റ തലാസീമിയ ജീൻസ് ഈസ് ഇൻ ദ ഹോമോസൈഗസ് കണ്ടീഷൻ, the disorder is more severe. അതിനെയാണ് ബീറ്റ തലാസീമിയ മേജർ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ഹെട്രോസൈഗസ് കണ്ടീഷൻ, ദി ഡിസോർഡർ ഈസ് ലെസ് സിവിയർ, ദാറ്റ് ഈസ് ബീറ്റ തലാസീമിയ മൈനർ. ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ബീറ്റ തലാസീമിയ ഇസ് ദാറ്റ് ജനറ്റിക് ചേഞ്ചസ് കോസസ് ഓൺലി ഡിക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബീറ്റ ചെയിൻ ആൻഡ് നെവർ ഇറ്റ് കോസ് ദർ നോൺ പ്രൊഡക്ഷൻ. ബീറ്റ ചെയിൻസ് പെർഫെക്റ്റ്ലി നോർമൽ ആണ് ഇൻ ദോസ് ഇൻഡിവിജ്വൽ ഹു ആർ ഹോമോസൈഗസ് ഫോർ ദ ഡിഫക്റ്റീവ് ജീൻ. Beta thalassemia appear to be quantitative disorder than qualitative disorder disease. അടുത്ത ഡിസീസാണ് ബ്രാക്കിഡാക്ടൈലി. ചിത്രത്തിൽ കണ്ടാൽ നമുക്കറിയാം ഷോർട്ട് ആയിരിക്കും, അവരുടെ ഡിജിറ്റ്സ് ബ്ലണ്ട് ആയിരിക്കും. ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഡിസോർഡർ ആണ്. ടോസും ഷോർട്ടായിരിക്കും, ഫിംഗേഴ്സും ഷോർട്ടായിരിക്കും.
Hands and legs of the affected person are short, thick and stocky. Their digits are short and blunt. ഇതിന് കാരണം എന്താണ്? The absence or fusion of middle phalanges. In some cases, adjacent fingers fuse together. അതിനെയാണ് syndactyly എന്ന് പറയുന്നത്. And still in others, they are webbed. Some instances, all the digits are abnormally short, but in some others, only some digits are short and others are normal. Brachydactyly is a rare trait. Okay, thank you.